അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ കയ്യിൽ ഞാൻ അൻവറിൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത്, ബാറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന് അടിക്കാനുള്ള ശൈലി അടിക്കാം. ആ അടി കൊള്ളാതെ രക്ഷപ്പെടാനുള്ള ബുദ്ധി ആര് കാണിക്കലായിരുന്നു? കോൺഗ്രസ് കാണിക്കലായിരുന്നു. അതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റി, തെറ്റുപറ്റി. അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള അടിയായിരിക്കും കൊള്ളേണ്ടി വരിക. അതുമാത്രമല്ല 2026 ഇലക്ഷനിൽ ഇതായിരിക്കും ഗേറ്റ് ഓപ്പണിങ്ങിൽ. ഇതിൽ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഒരു ന്യായങ്ങളും ഇല്ല. കാരണം തൊട്ട് മുമ്പ് വരുന്ന നിയമസഭാ ഇലക്ഷനാണ്. ആ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അത് ജനങ്ങളാണ് പ്രതികരിക്കുന്നത്. ജനങ്ങൾ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഒരു ന്യായമില്ല. ജനകീയ കോടതിയിൽ പിണറായി വിജയൻ ജയിച്ചു കഴിഞ്ഞു. അതോടുകൂടി പിണറായി വിജയൻ ജയിക്കുന്നതോടുകൂടി വി ഡി സതീശനും തീർന്നു, UDFിൻ്റെ ഘടകകക്ഷിയിൽ നിന്നു. അത് നല്ല. ഇനി വേറെ രസം എന്താണെന്നറിയോ? ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സാറേ. UDFിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള മുഴുവൻ വികാരങ്ങളും ഈ നിലമ്പൂരി പ്രതിഫലിക്കുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നതാണ്. എൻ്റെ വിചാരം എന്താണെന്നറിയോ? ഈ പറഞ്ഞ സുധാകരൻ്റെ പക്ഷം ശക്തമായി ഇതിനോട് അടിയൊഴി നടത്തും. ഈ പറഞ്ഞ സ്ഥാനാർത്ഥി മാറ്റിയ വി ജോയിൻ്റെ പക്ഷം നല്ല രീതിയിൽ അടിയൊഴുക്ക് നടത്തും. ഈ കഴിഞ്ഞ പ്രാവശ്യം കാലുവാരി തോപ്പിച്ചു എന്ന് VV പ്രകാശിൻ്റെ കുടുംബം പറയുന്ന ആ ടീം മുഴുവൻ എന്ത് ചെയ്യും? ഇതിൽ ശക്തമായി അഴിവൊക്കെ നടത്തും. ഇതിൻ്റെ മുഴുവൻ പാപഭാരവും ഏറ്റെടുക്കേണ്ട ആൾ VD സതീശനായി മാറും. അതിൻ്റെ എല്ലാ നാളത്തെ UDF യോഗത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല. ആ ഉത്തരവാദിത്തം മുഴുവൻ VD സതീശൻ ഏറ്റെടുക്കേണ്ടി വരും. അതോടുകൂടി ഈ പറഞ്ഞ UDFിലുള്ള കലകം വലിയ രീതിയിൽ മാറുകയും ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല കാലം ആരുടെയെന്നറിയോ? ഏറ്റവും നല്ല കാലം പിണറായി വിജയൻ്റെ കാലമാണ്. ഏറ്റവും നല്ല കാലമാണ് ഇപ്പോൾ. അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ UDFിന് പറ്റുന്നില്ല എന്നുള്ളത്.